أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم صدق الله مولانا العظيم الله تعالى വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിന്റെ 37-ാമത്തെ ആയത്തിനിടയിൽ പറഞ്ഞു ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ. ഇന്ന് നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഉദഹിയത്തിനെ കുറിച്ചാണ്. ഉദഹിയത്ത് ഒരു മൃഗം വാങ്ങി അറുത്ത് കുറെ ആളുകൾക്ക് അത് വിതരണം ചെയ്തു എന്നതുകൊണ്ട് ഉദഹിയത്താവുകയില്ല. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ ലക്ഷ്യം വെക്കുന്നുമല്ല. നേരെ മറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു ലൻ യനാലല്ലാഹ ലുഹൂമുഹാ, നിങ്ങൾ അറുക്കുന്ന ഉദഹിയത്ത് മൃഗത്തിന്റെ മാംസം അല്ലാഹുവിനിക്കെത്തുകയില്ല. വലാ ദിമാഉഹാ, അതിന്റെ രക്തവും അല്ലാഹുവിനിക്കെത്തുകയില്ല. പിന്നെ എന്താണ് അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അല്ലാഹു തആല പ്രതീക്ഷിക്കുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അപ്പടി പ്രവർത്തിക്കുകയും അതിന് വഴിപ്പെടുകയും വിരോധിച്ച കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യലാണ്. ഏത് കർമ്മത്തിനും അല്ലാഹു തആല ചില നിയമവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഉദഹിയത്താകുമ്പോൾ ആ ഉദഹിയത്തിന് മൃഗം വാങ്ങണം. ആ മൃഗം ഏതായിരിക്കണം, ആ മൃഗത്തിന് എത്ര വയസ്സുണ്ടായിരിക്കണം, അത് ഏതൊക്കെ രൂപത്തിലുള്ള മൃഗമാണ് ഉദഹിയത്തിന് പറ്റുക. അങ്ങനെ മൃഗം ആയാൽ തന്നെ ആ മൃഗം അറുക്കുമ്പോൾ അതിന് ഉള്ള നിബന്ധനകൾ എന്താണ്, അറുത്ത മാംസം വിതരണം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, അവിടെ നിർബന്ധമായ കാര്യങ്ങൾ, ഇങ്ങനെ ധാരാളം നിബന്ധനകൾ ഒത്തതാണ് ഒരു ഇബാദത്താണ് ഉദഹിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉദഹിയത്തിന്റെ കർമ്മത്തിൽ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പാലിച്ച് മാത്രമേ ഉദഹിയത്തിന്റെ കർമ്മത്തിൽ പങ്കാളികളാകാൻ പാടുള്ളൂ. അപ്പോഴേ ഉദഹിയത്ത് കർമ്മം പൂർത്തിയായി കൂടുകയുമുള്ളൂ. നമ്മൾ ഇന്ന് കുറെ ക്ലാസ് എടുക്കുന്നതിന് പകരം നിങ്ങൾ ചോദിക്കുക, ചോദിച്ചതിനാവശ്യമായ മറുപടികൾ പറയുക എന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന് മറുപടിയും പറയാം. ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്നവന്റെ ആദ്യഘട്ടം മൃഗത്തെ തിരഞ്ഞെടുക്കലാണല്ലോ. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉളുഹിയത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് അതിന് പാകപ്പെട്ട മൃഗം തിരഞ്ഞെടുക്കലാണ്. ഉളുഹിയത്തിന് അനുവദിക്കപ്പെടുന്ന മൃഗം ആട്, മാട്, ഒട്ടകം, ഇങ്ങനെ 3 ഇനമാണ്. ഒട്ടകമാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അതിന് 5 വയസ്സ് പൂർത്തിയായിരിക്കണം, 6ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. മാടാണ് ഒരാള് അറുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, മാട് എന്ന് പറഞ്ഞാൽ കാളയാവാം, പോത്താവാം, അപ്പോൾ അവിടെ 2 വയസ്സ് പൂർത്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ 2ാം വയസ്സിൽ പ്രവേശിച്ചാൽ പോരാ, 2 വയസ്സ് പൂർത്തിയാവുകയും 3ാമത്തെ വയസ്സിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന മൃഗമായിരിക്കണം. അതെങ്ങനെയാണ് വയസ്സ് തീരുമാനിക്കുക? വയസ്സ് തീരുമാനിക്കുന്നത് ആ വിഷയത്തിൽ നിപുണരായ ആളുകൾ അവർ തീരുമാനിക്കണം ഇതിന് വയസ്സായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നല്ല കൈകുറ്റ കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടക്കാരൻ പറയുന്നത് കേൾക്കാം. നീതിമാനായ ഒരാളാണ് ഇതിനെ പോറ്റി വളർത്തിയ ആള്, അദ്ദേഹം പറയാണ് ഇതിന് പ്രായമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കാം. ഈ വിധത്തിൽ 2 വയസ്സായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആടാണെങ്കിൽ നെയ്യാടിന് 1 വയസ്സ് പൂർത്തിയാവണം, കോലാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായിരിക്കണം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ആട് കോലാടാണ്. അതിന് 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. ഇത് ഉദഹിയത്തിനും അതുപോലെ തന്നെ അടീഖ അറക്കുകയാണെങ്കിലും ഒക്കെ ഈ വയസ്സുള്ള മൃഗമായിരിക്കണം. 2ാമത്തെ മൃഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആ മൃഗത്തിൽ അയ്ബ് ഉണ്ടാകാൻ പാടില്ല. മാംസം ചുരുക്കുന്ന വിധത്തിലുള്ള രോഗമോ ചൊറിയോ ഒന്നും ഇല്ലാത്ത മൃഗമായിരിക്കണം. അതുപോലെ കാതുകുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. കാതുകുത്തുമ്പോൾ ആ ചെവിയിൽ നിന്ന് കഷ്ണം പോകുന്ന വിധത്തിലുള്ള ഓട്ടയാക്കലാണെങ്കിൽ, എന്തെങ്കിലും ക്ലിപ്പടിച്ചിട്ട് കഷ്ണം തെറിച്ചു പോകും, അങ്ങനെ ഒരു ദ്വാരം രൂപപ്പെടും. അങ്ങനത്തെ വിധം ചെവിയുടെ കഷ്ണം പോകുന്ന വിധമാണ് കാതുകുത്തുന്നതെങ്കിൽ ആ മൃഗം ഉദഹിയത്തിന് പറ്റുകയില്ല. കഷ്ണം പോകാത്ത വിധമുള്ള
കാതുകുത്തലാണെങ്കിൽ വിരോധവുമില്ല. ചെവിക്കൊരു കീറലുണ്ടായി, അതുകൊണ്ട് വിരോധമില്ല. അതുപോലെ വാല് മുറിഞ്ഞത് പറ്റുകയില്ല. മൂക്കിൽ നിന്ന് കഷ്ണം പോയത് അത് പറ്റുകയില്ല. അതൊക്കെ അഴിവാണ്. മുടന്തുള്ളത്, കണ്ണ് കാണാത്തത്, ഇത്തരം അഴിവുകളില്ലാത്ത മൃഗമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് മൃഗത്തെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ള വിഷയം.